ഇനി നമുക്ക് 19-ാം വാർഡിലേക്ക് വരാം. ഈ 19-ാം വാർഡിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന് 2020-25 കാലഘട്ടത്തിൽ UDF ഭരിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഒരു നേരത്തെ ഇത് 16-ാം വാർഡായിരുന്നു. ഇപ്പോൾ വാർഡിന്റെ വിഭജനം അല്ലെ വാർഡ് എണ്ണം കൂടിയപ്പോൾ 19ആയി മാറിയ വാർഡാണിത്. നേരത്തെ ഈ വാർഡിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള ഫൗസിയ വടക്കേപ്പുറത്ത് 2020 ഈ 16-ാം വാർഡിന്റെ ജനപ്രതിനിധിയായി മത്സരിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. അത് അന്ന് UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേരത്തെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു അംഗമായിരുന്നു ഫൗസിയ വടക്കേപ്പുറത്തിന് കഴിഞ്ഞ തവണ അവിടുത്തെ വാർഡ് കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയും തമ്മിലുള്ള വിഷയങ്ങൾ, ഇവിടെ നിന്ന് വാർഡ് കമ്മിറ്റിയിൽ നിന്ന് ഫൗസിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള നിർദ്ദേശം വരികയും അത് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിക്കാതെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ സാഹചര്യം. അത് നമ്മളങ്ങനെ അതിലേക്ക് വിശദീകരിച്ച് പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉടലെടുക്കുകയും അങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അവിടെ ഫൗസിയ വടക്കേപ്പുറത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുകയും അവിടെ LDF UDF മുന്നണികൾക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി അവിടെ മത്സരങ്ങൾ, കാരണം അന്ന് അത് ജനറൽ വാർഡായിരുന്നു. അന്ന് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് സക്കീർ ഹുസൈൻ, അധ്യാപകന് കൂടിയായിട്ടുള്ള സക്കീർ ഹുസൈൻ ആയിരുന്നു. LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ലത്തീഫ് കാളിയത്തായിരുന്നു. ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ 3-ാം സ്ഥാനത്തേക്ക് പുറന്തള്ളിക്കൊണ്ടാണ് വലിയ വോട്ടുകൾക്ക് ഫൗസിയ വടക്കേപ്പുറത്ത് അവിടെ ജനപ്രതിനിധിയായത്. ആ ഫൗസിയ വടക്കേപ്പുറത്ത് ജനപ്രതിനിധിയായി വന്ന സമയത്ത് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന് UDF ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 2020 തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് നോക്കുമ്പോൾ UDF ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം, LDF ഭൂരിപക്ഷം ഉണ്ട് താനും. എന്നാൽ സ്വതന്ത്രന്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമാണ് LDF സുഗമമായിട്ട് ഭരിക്കാനാവുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ആ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തടക്കം ഫൗസിയ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിക്കുകയും ചെയ്തപ്പോൾ ഫൗസിയയുടെ ഉള്ളിലെ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ്, ഫൗസിയയുടെ ഉള്ളിലകത്തുള്ള UDF അല്ലെങ്കിൽ UDF ആ ഒരു കൂറ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോടുള്ള കൂറ് കൊണ്ടായിരിക്കണം ഫൗസിയ ഒരു സാഹസത്തിന് അന്ന് തയ്യാറായത്. ആ ഒരു സാഹസം തന്നെയാണ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ UDF പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ 9-9 UDF LDF ആവുകയും പിന്നീട് അത് നറുക്കെടുപ്പിലൂടെ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കല്ലാട്ടർ ഷംസു വരുന്നു. വൈസ് പ്രസിഡന്റായിട്ടും അതും നറുക്കെടുപ്പിലൂടെ തന്നെയാണ്. ആ ഭാഗ്യം, അതൊരു വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ വൈസ് പ്രസിഡന്റായിട്ട് ഫൗസിയ വടക്കേപ്പുറത്ത് വരികയും അങ്ങനെ 5 വർഷക്കാലം അവർ ഇപ്പോൾ നിലവിൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് ആ ഒരു UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോടോ ഉള്ള കൂറ് തന്നെയാണ് അവർ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. കാരണം അവർ അന്ന് LDF പിന്തുണയ്ക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, അവർക്ക് വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രസിഡന്റോ എന്ത് പദവി വേണമെങ്കിലും ലഭിക്കുകയൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു പദവികൾക്ക് അവർ തയ്യാറാവാതിരിക്കുകയും അവർ UDF പിന്തുണക്കാൻ ആ ഒരു സാഹസികത്തിന് അവർ മുതിരുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് UDF അവിടെ ഭരണം. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് നിലവിൽ അവിടെ ഫൗസിയ വീണ്ടും, ഇന്ന് വനിതാ വാർഡാണ്, ആ വാർഡിനകത്ത് 19-ാം വാർഡായപ്പോൾ ആ വനിതാ വാർഡിനകത്ത് ഫൗസിയ അവിടെ മത്സര രംഗത്തേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് കോണി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. കാരണം മുസ്ലിം ലീഗോ അല്ലെങ്കിൽ UDF ഫൗസിയയുടെ ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാവണം, അല്ലെങ്കിൽ UDF ലീഗിനോടോ ഉള്ള അവരുടെ കൂറ് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം ഫൗസിയയെ അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചത്. പക്ഷെ അങ്ങനെ ഇപ്പോൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു വിഭാഗം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ എതിർപ്പുണ്ടായിരുന്ന ആ ഒരു വിഭാഗം തന്നെ നിലവിലും ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നപ്പോഴും ഒരു എതിർപ്പുമായിട്ട് രംഗത്തുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത അവിടെയുണ്ട്. അതോടൊപ്പം അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സര രംഗത്ത് വന്നിരിക്കുന്നത്
അവിടെ DYFI നേതാവൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഇപ്പോൾ നിലവിൽ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗമൊന്നും അല്ലെങ്കിൽ പോലും പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന MA റസാഖിൻ്റെ ഭാര്യ റനില റസാഖാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്. റനില റസാഖ് ആ വാർഡിലെ തന്നെ ഒരു അംഗം അല്ലെങ്കിൽ ആ വാർഡിൽ ഉൾപ്പെടുന്ന ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ആ മത്സരത്തെ വളരെ ശക്തമായ രീതിയിലേക്ക് 19-ാം വാർഡിൻ്റെ ആ ഒരു മത്സരരംഗം കൊണ്ടുപോകാനായിട്ടുണ്ട്. കാരണം ഫൗസിയ വടക്കേപ്പുറത്തിനായാലും റനില റസാഖിനായാലും ആ 19-ാം വാർഡിൽ വളരെ സ്വാധീനമുള്ള വ്യക്തികൾ തന്നെയാണ്. 2 തവണ ജനപ്രതിനിധിയായതിൻ്റെ ആ ഒരു മേൽക്കൈ ഫൗസിയ വടക്കേപ്പുറത്തിനുണ്ടെങ്കിലും ആ വാർഡിലെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ റനില റസാഖിനും ആ വാർഡിനകത്ത് സ്വാധീനമുണ്ട്. അപ്പോൾ അത് ഒരു മത്സരം ഒരു നല്ല രീതിയിലുള്ള ശക്തമായ രീതിയിലുള്ള ഒരു മത്സരത്തിലേക്ക് 19-ാം വാർഡിൻ്റെ മത്സരം നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി UDF-ഉം LDF-ഉം പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവിടെ LDF-നെ സംബന്ധിച്ചിടത്തോളം ആ വാർഡ് പിടിച്ചെടുക്കുക എന്നുള്ളത്. കാരണം മുമ്പ് 19-ാം വാർഡ് പാടത്തകായൽ ഹുസൈൻ ഇപ്പോൾ CPM-ൻ്റെ പൊന്നാനി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പാടത്തകായൽ ഹുസൈൻ വിജയിച്ച വാർഡാണ്. പിന്നീട് ആ വാർഡിൽ പിന്നീട് ഹുസൈൻ മത്സരിച്ചെങ്കിലും KP കമറുദ്ദീനോട് അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ ഒരു കുത്തക വാർഡായി അല്ലെങ്കിൽ UDF-ന് അത്രയും ശക്തമായ ഒരു വാർഡായിട്ട് ആ വാർഡിനെ മാറ്റിയെടുക്കാൻ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ UDF-ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ വാർഡ് വിഭജനത്തിൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന 16-ാം വാർഡിൽ നിന്ന് വലിയൊരു ഭാഗം, അപ്പോൾ നമ്മുടെ വെളിയങ്കോട് അങ്ങാടി ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു ഭാഗം 1-ാം വാർഡിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. എങ്കിൽ പോലും UDF-ന് ഒരു ശക്തി പറയാവുന്ന ഒരു വാർഡ് കൂടിയാണ്. പിന്നെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒക്കെ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മത്സരം വളരെ കനത്ത മത്സരത്തിലേക്ക് നീങ്ങുന്നുണ്ട്. റനില റസാഖിൻ്റെ നേതൃത്വത്തിൽ LDF വളരെ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഫൗസിയ വടക്കേപ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ UDF മുസ്ലിം ലീഗും വളരെ സജീവമായിട്ട് തന്നെ അവിടെ മത്സരരംഗം ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്ത് തന്നെയായാലും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നേരത്തെ കൂട്ടി പ്രവചിക്കാനാവാത്ത വിധം മത്സരം കനത്ത രീതിയിലേക്ക് ശക്തമായ ഒരു മത്സരത്തിലേക്ക് നീങ്ങുന്നുണ്ട്. ആ വാർഡിനകത്ത് SDP-യുടെ സ്ഥാനാർത്ഥി കൂടി അവിടെ മത്സരരംഗത്തുണ്ട് എന്നുള്ളത് ആ വാർഡിന് മറ്റൊരു സവിശേഷത, അല്ലെങ്കിൽ ആ ഒരു 3 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ആ വാർഡിലുണ്ട്. SDP-യും ശക്തമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നേരത്തെ കഴിഞ്ഞ 2020-ൽ SDP മത്സരിച്ചിരുന്നു. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം SDP-ക്ക് ആ വാർഡിനകത്ത് അന്ന് നടത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഇത്തവണ ഒരു മുന്നേറ്റം നടത്താൻ, അവരുടേതായിട്ടുള്ള ഒരു ശക്തിയിലുള്ള മുന്നേറ്റം നടത്താൻ SDP-ക്ക് ആവുമെന്നുള്ള ഒരു രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി തന്നെയാണ് 19-ാം വാർഡിൽ തെരഞ്ഞെടുപ്പ് ചിത്രം മുന്നോട്ട് പോകുന്നത്. എന്തായാലും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം ആരാണ് വിജയിക്കുക എന്നുള്ളത് 13-ാം തീയതി അറിയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. റിയൽ മീഡിയ, ഒരു ദേശത്തിൻ്റെ ശബ്ദം.